നിനക്കൊക്കെ അതിൻ്റെ ഒരു അംശം എടാ ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഒന്ന് എടുത്ത് കാണിക്കടാ. ഞാനോ ഷോർട്ട് ഫിലിം എടുത്ത് കാണിക്കണോ? അത് ശരി, ഞാൻ ഒഴുകുന്ന ബൈക്ക് ഓടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ എണ്ണുന്ന സ്പീഡിൽ പൈസ എണ്ണാൻ പറ്റുമോ? മത്സരിക്കാൻ നിൽക്കണ്ട, ഞാൻ ബാങ്കിൽ ക്യാഷറായിരുന്നു, ഇപ്പോൾ കുറച്ച് സ്പീഡിൽ എണ്ണും. അത് തനിക്കുള്ള കഴിവ് വേറെ, എനിക്കുള്ള കഴിവ് വേറെ. ഞാൻ എന്തിനാണ് ആമയും മുയലും ഓടുന്ന പോലെ ഓടുന്നേ? മുയലും ആമയും ഓടിയപ്പോരെ. ഞാൻ എന്തിനാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു വിഷയത്തിൽ വന്നിട്ട് എൻ്റെ കഴിവ് തെളിയിക്കാൻ നിൽക്കുന്നേ? ഈ പുന്നാര സുഹൃത്തുക്കളെ നിങ്ങളിത് കേൾക്കണം. ഇവരൊരു സിനിമയിൽ അഭിനയിച്ച് കരിമ്പടം. ആ സിനിമയുടെ ഞാൻ എൻ്റെ സ്വന്തം ചാനലിൽ ഞാൻ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതേ സാധനം ഞാൻ ബിച്ചുവിൻ്റെ ചാനലിൽ പോയി ബിച്ചുവിൻ്റെ കൂടെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അനാവശ്യമായി രേണുവിൻ്റെ പേര് പരാമർശിച്ചു. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. താങ്കളെ ഇവർ കരുവാക്കി വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഇതിന് വന്നിട്ട് നീയൊക്കെ മനുഷ്യനാണോളാ? നീയൊക്കെ ചുണയുണ്ട്, ഷോർട്ട് ഫിലിം എടുത്ത് കാണിക്കടാ. ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്നാണോ മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള സാധനം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് വെച്ച് പറയേ. ഇത് പറയാത്ത കാര്യം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒറ്റ കാരണമുള്ളൂ. നമ്മൾ പറയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളൂല, അല്ല അത് ഉണ്ടാവൂല. ബാക്കി വെക്കാം. ചന്തസായിട്ട് നിന്നെ ഞാൻ അംഗീകരിച്ചു തരാം. അതിനകത്തൊന്നും ഫേമസ് ആയ ആൾക്കാരില്ലെന്നും നാണോമാനോ. ഇത് സത്യം പറഞ്ഞാൽ നീയൊക്കെ മനുഷ്യനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീയൊക്കെ ഒരു മനുഷ്യനാണോ? മനസാക്ഷിയുള്ള മനുഷ്യന്മാരാണോ? നീയൊക്കെ എടാ നല്ലത് കണ്ടാൽ നല്ലത് തന്നെ പറയണം. അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നോടാണോ? കണ്ണാടി നോക്കി പറഞ്ഞാണോ? രേണു നെഗറ്റീവ് ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും അത് നെഗറ്റീവാന്ന് പറഞ്ഞിരുന്നുണ്ട്? പോസിറ്റീവ് ആയിരുന്നല്ലേ? നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് വേണം, ചീത്ത കണ്ടാൽ നമ്മൾ ചീത്ത എന്ന് വേണം. അതാണ് എനിക്കും പറയാനുള്ളൂ. ഇത് ഞാനും ബിച്ചുവും ചെയ്ത വീഡിയോയുടെ റിയാക്ഷനാണ്. അതായത് ഒരു ട്രെയിലറാണ്. മെയിൻ വീഡിയോന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിച്ചു സ്ട്രോക്ക് സൈക്കോപാത്ത്. ബിച്ചു ആണോ സൈക്കോപാത്ത്? കേൾക്കാം. നെഗറ്റീവ് ചെയ്യുകയും വേണം. അല്ല ചുമ്മാ എന്ത് കണ്ടാലും ഏത് കണ്ടാലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് അതിൽ. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ എനിക്കെന്താണ് ഇഷ്ടക്കുറവ്? എനിക്ക് നിങ്ങൾ ഒരു ഇഷ്ടക്കുറവും ഇല്ല, പ്രത്യേകിച്ച് ഇഷ്ടം കൂടുതലും ഇല്ല. എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. എനിക്കെന്തിനാണ് നിങ്ങളെ ഇഷ്ടക്കുറവ്? എൻ്റെ പല വീഡിയോസ് എടുത്ത് കണ്ടാലും മതി. നിങ്ങൾക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്, നിങ്ങൾ ഭയങ്കര ടാലൻറ്റഡ് ആണ് എന്നൊക്കെ പല വീഡിയോയിൽ ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ട്. ബിച്ചുവിൻ്റെ കൂടെ ഇരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇവർക്ക് ഭയങ്കര കഴിവുണ്ട്, ഇവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ലെന്ന്. അത് കണ്ടില്ലായിരുന്നോ? നെഗറ്റീവ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ നെഗറ്റീവ് കാണുമ്പോൾ നെഗറ്റീവ് മാത്രമാണോ നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടത്? ഞാൻ നിങ്ങളെ പോസിറ്റീവ് പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു. അന്നേരം എന്ത് ചെവി കുത്തിപ്പിടിച്ചോ? നിങ്ങളെ പോസിറ്റീവ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കഴിവെന്ന് പറഞ്ഞാൽ നല്ലതല്ലേ? കഴിവ്, ഒരാൾക്ക് നല്ല കഴിവുണ്ട്, അവർക്ക് ഭയങ്കര സ്കില്ലുണ്ട്, ടാലൻറ്റഡ് ആണ്, അവർ യൂസ് ചെയ്യുന്നില്ല. അത് കുറ്റമായിരുന്നോ? എനിക്കറിയാൻ പാടില്ലായിരുന്നു. നമ്മളോട്ട് നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. വിശദമായിട്ടുള്ളൊരു വീഡിയോ, വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉടനെ ഞാൻ തരാം. പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇതിൻ്റെ ഹെൽത്ത് ചെറിയ നല്ല കണ്ടീഷനല്ല, ഇച്ചിരി മോശമാണ്. അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പതുക്കെ മതി. ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ. സോ ആരോഗ്യം എത്രയും പെട്ടെന്ന് ശരിയാക്കി മറുപടി തരും. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ പറഞ്ഞ സാധനങ്ങൾക്കുള്ള മറുപടി തരണം. നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറയില്ലേ? നിങ്ങൾക്ക് തിരിച്ചു പറയാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ അതിനകത്ത് തിരിച്ചു പറയാനുള്ള സാധനം എനിക്ക് കിടപ്പുണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അതെടുത്ത് വെച്ചിട്ട് പറയൂ. ഇല്ല, അത് സംഭവം ഞാൻ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. നമ്മളെ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക, എല്ലാം ചെയ്ത് ഫുള്ളായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സംഭവം ഇവരുടെ കരിമ്പടം എന്ന് പറയുന്നത്, ഇപ്പം തന്നെ 2-3 തവണ ഈ പടത്തിൻ്റെ പേര് പറഞ്ഞു. പടത്തിൻ്റെ പ്രൊമോഷൻ വന്നു. പ്രൊമോഷൻ്റെ അകത്ത് രേണു ഒരു ചർച്ചാ വിഷയമായി. അതിന് ഒരുപാട് റിയാക്ഷൻസ് വന്നു. നമ്മൾ റിയാക്ട് ചെയ്തു. ആ സാധനത്തിന് നമുക്കെതിരെയുള്ള റിയാക്ഷനാണ് ഈ കണ്ടത്. ഞാനും ബിച്ചുവാണ് റിയാക്ട് ചെയ്തത്. പക്ഷേ മനുവും സൈക്കോപാത്ത് എന്നാണ് ബിച്ചുവിനെ പറഞ്ഞത്. ഓക്കെ, അതെന്തോ ആട്ടെ. അപ്പോൾ അതിന് നമുക്കുള്ള മറുപടിയാണ് സജീന പറയുന്നത്. പുള്ളിക്കാരി പറയുന്നത് ഈ സാധനമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയുന്ന സാധനമൊന്നും ബിച്ചു പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. നമുക്ക് കേട്ടു നോക്കാം. നിന്റെയൊക്കെ ആ ഒരു പുച്ഛത്തിലോടുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, പുച്ഛഭാവത്തിൽ. എടാ മോനെ നീ ഞാൻ പുച്ഛിച്ചോ? ഇത് നമ്മളെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? ഞാനും ബിച്ചും ചെയ്ത വീഡിയോ കുറിച്ച് തന്നെയാണോ പറയുന്നത്? അതിനകത്ത് എവിടെ പുച്ഛിച്ചേ? കരിമ്പടം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അവരും അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ അറിയാവുന്ന ആരുമില്ല, ഒരു മനുഷ്യരും ഇല്ല. നീയൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്ന? അത് പുച്ഛമാണോ? എനിക്കൊരാളെ അറിയില്ല എന്ന് പറയുന്നത് പുച്ഛമാണോ? എനിക്ക് ആ സിനിമയിൽ അഭിനയിച്ച ആരെയും എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് പുച്ഛമാണോ? ഒരു ഇംഗ്ലീഷ് സിനിമകൾ മാത്രം കാണുന്ന ഒരുത്തനോട് പോയിട്ട് മിസ്റ്റർ താങ്കൾക്ക് മമ്മൂട്ടിയോ മോഹൻലാലിനെ അറിയുമെന്ന് ചോദിച്ചാൽ അവരെ അറിയത്തില്ലെന്ന് പറയും.
അതത്ര വലിയ പ്രശ്നമാണോ? ഒരാളെ അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ സിമിലർ ഫീൽഡിൽ നിൽക്കുന്ന ബിച്ചുവിന്റെ പേര് അറിയത്തില്ല, സൈക്കോപാത്ത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ഒരാളെ അറിയില്ലെന്ന് പറയുന്നത് തെറ്റല്ല, ഒരാൾ പുതുമുഖമെന്ന് പറയുന്നത് തെറ്റല്ല. ചേട്ടാ ഇത് എന്തൊരു പാടിത്, എന്ത് പറഞ്ഞാലും പ്രശ്നമാണല്ലോ. ഇപ്പൊ നിനക്കൊക്കെ ഓരോ ഫാൻസ് കാണുമല്ലോ, സിനിമാ നടന്മാർ. ഇപ്പൊ മമ്മൂട്ടി ഇഷ്ടമുള്ളവർ കാണും, മോഹൻലാലിനെ ഇഷ്ടമുള്ളവർ കാണും, ദിലീപിനെ ഇഷ്ടമുള്ളവർ കാണും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിനെ ഇഷ്ടമുള്ള വ്യക്തികൾ കാണും. അവരൊക്കെ ജനിച്ച് ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴേ ഫേമസ് ആയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഒരിക്കലും അല്ല. അവർക്കും ആദ്യം ഒരു കാലുറയ്ക്കാനായാലും ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടാണ് അവർ 1, 2, 3 കയറി വന്നത്. അപ്പൊ ഒരു അവസരം ആദ്യം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നീയൊക്കെ വെറും അങ്ങ് നിസ്സാരപ്പെട്ട് പുച്ഛിച്ചങ്ങ് കളഞ്ഞു. നമ്മളെവിടെ അതിനെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞത്? നിങ്ങൾക്കൊക്കെ അവസരം കിട്ടുന്ന നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ മമ്മൂട്ടിയും മോഹൻലാലും മാത്രം പോരാ, മറ്റ് പല ആൾക്കാരും കയറി വരണം, കഴിവുള്ള ഒരുപാട് പേര് കയറി വരണം. ഒരാൾ പുതുമുഖമാണെന്ന് പറയുന്നതും ഒരാളെ അറിയില്ലെന്ന് പറയുന്നത് എങ്ങനെ പുച്ഛമാകുന്നേ? ഫസ്റ്റ് ഓഫ് ഓൾ സജീവനെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ശരിക്കും അറിയേണ്ടത് ബിച്ചുവിനെയാണ്. ബിച്ചുവാണ് യൂട്യൂബിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അത് #ൽ പോലും മാസ്റ്റർ മൈൻഡ് മനു എന്ന് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ബിച്ചുവിനെ അറിയില്ല. അപ്പൊ അതെന്താണിത്? നിങ്ങൾക്ക് ബിച്ചുവിനെ അറിയില്ല എന്താണിത്? ഈ ബിച്ചുവിന്റെ പേര് നിങ്ങൾ പറഞ്ഞത് സൈക്കോപാത്ത് എന്നാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഒരാളെ അറിയില്ല എന്ന് പറയുന്നത് തെറ്റല്ല. എന്നെ അറിയില്ലെന്ന് പറയുന്നതും തെറ്റല്ല, ബിച്ചുവിനെ അറിയില്ലെന്ന് പറയുന്നതും തെറ്റല്ല, സീക്രട്ട് ഏജന്റിനെ അറിയില്ലെന്ന് പറയുന്നതും തെറ്റല്ല, സജീനെ അറിയില്ലെന്ന് പറയുന്നതും തെറ്റല്ല. അതങ്ങനെ ഒരു തെറ്റാവുന്നേ? പുച്ഛിച്ചു പോലും പുച്ഛിച്ചത് കാണിച്ചു തരുമോ വീഡിയോയിൽ? പുച്ഛിച്ചത് റിയാക്ട് ചെയ്യുമ്പോൾ പുച്ഛിച്ച ഭാഗം എടുത്ത് വെക്കണം കേട്ടോ. ഞാൻ അന്നേരം മറുപടി തരാം. മര്യാദക്കുള്ള മറുപടി അയക്കണം. ചീത്ത വിളിയോ അച്ഛൻ വിളിയോ ഒന്നും പാടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽത്തി ആയിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ല ചീത്ത വിളിച്ച് പരിപാടിക്ക് മെഴുകലാണെങ്കിൽ ഞാനില്ല. ഞാൻ എൻ്റെ ഓഡിയൻസിന് കാണുന്നവർക്ക് ഞാൻ ഒരു മൂല്യം കൽപ്പിക്കുന്നു. അത് നീയൊക്കെ വലിയ അഹങ്കാരികളാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണത്. നീ ഇത്ര പുച്ഛിക്കാൻ എന്തിരിക്കുന്നു? നീയൊക്കെ ഒരു നിമിഷം കൊണ്ട് പുച്ഛിച്ച് കളയുന്നത് എത്ര വർഷത്തെ പരിശ്രമമാണെന്നറിയാമോ? കുറേ ആൾക്കാരുടെ കഠിന പ്രയത്നമാണെന്നറിയാമോ? ഒരു സിനിമ ആയാലും ഒരു ഷോർട്ട് ഫിലിം ആയാലും ഒരു വെബ് സീരീസ് ആയാലും പുറത്തിറങ്ങുന്നത് അതിന്റെ പിന്നിൽ ഒരുപാട് കടമകളുണ്ട്, ഒരുപാട് ആൾക്കാരുടെ വിയർപ്പുണ്ട്. ഈ ആൾക്കാരുടെ വിയർപ്പിനൊക്കെ എവിടെ കുറ്റം പറഞ്ഞേ? നമ്മൾ കുറ്റം പറഞ്ഞത് ആ ഇന്റർവ്യൂവിൽ അനാവശ്യമായി രേണുവിന്റെ സാന്നിധ്യം ആ സിനിമയിൽ എവിടെയും ഇല്ലാതിട്ടും രേണുവിനെ അതിൽ ഉപയോഗിച്ചപ്പോൾ നിങ്ങളെ അതിന് കരുവാക്കി. നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലായില്ല. ചുറ്റും ഇരുന്നവരെല്ലാം നിങ്ങളെ സ്കെച്ച് ചെയ്ത് നിങ്ങളെ ട്രിഗർ ചെയ്തു, നിങ്ങൾ അതിന് ആ കെണിയിൽ പോയി വീണു. ഇതാണ് നമ്മുടെ ആ വീഡിയോയുടെ മെയിൻ കണ്ടന്റ്. ഇതിനകത്ത് സിനിമേനെ നമ്മളെവിടെ കുറ്റം പറഞ്ഞ്? ഒരാൾ പുതുമുഖമാണെന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? അതിലെവിടെ നമ്മൾ കുറ്റം പറഞ്ഞ്, എവിടെ പുച്ഛിച്ച്? ഇല്ലാത്തൊരു സാധനത്തിനെ തിരിച്ചു വിട്ട് വേറെ വഴിക്കാക്കരുത്. നമ്മൾ ചെയ്തതിനെ, ഞാൻ പറഞ്ഞ സെന്റൻസിനെ, ബിച്ചു പറഞ്ഞ സെന്റൻസിനെ എടുത്ത് നിങ്ങൾ കാണിച്ചു വെച്ചിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുക, കിടിലുമായിട്ട് മറുപടി പറ. അല്ലാതെ അവന്മാർ പുച്ഛിച്ച് എവിടെ പുച്ഛിച്ച്? മറ്റാണ് ഇതുവരെ ഞാൻ പുച്ഛിച്ചിട്ടില്ലേ. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു നിങ്ങൾ ഭയങ്കര സ്കില്ലുള്ള ഒരാളാണ്, കഴിവുള്ള ഒരാളാണ്. ഇത് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല. പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ബിച്ചുവിൻ്റെ കൂടെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. കഴിവ് ഉപയോഗിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്. അതാണ് തോന്നുന്നു ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. അതൊന്നും ഒക്കെ ഒരു നിസാരം നിനക്കൊക്കെ. ഈ സിനിമ എന്ന് പറയുന്നത് 3 വർഷം കൊണ്ടിട്ടോ, 3 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അത് റിലീസാവുന്നത്. 150 തിയേറ്ററിൽ തന്നെയാണ് റിലീസാവുന്നത് ആ സിനിമ. അതിനകത്ത് പാടിയിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? നിനക്കൊക്കെ ഫേമസ് അറിയില്ല, പരിചയമുള്ള ആരും ഇല്ലെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നാഷണൽ അവാർഡ് മേടിച്ച വൈക്കം വിജയലക്ഷ്മി, മധു ബാലകൃഷ്ണൻ, ആതിര, നജീം, ഇവരൊന്നും എന്തായിരുന്നു ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കാഞ്ഞേ? ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ? ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുക. ഇന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്, ഇന്ന ആൾക്കാരാണ് ഇതിന്റെ മെയിൻ ആളുകൾ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ അവാർഡ് ജേതാക്കളും നാട്ടുകാരറിയുന്ന ആൾക്കാരും ആ ഇന്റർവ്യൂ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവിടെ വന്നില്ല? ഓക്കെ, അവർ വന്നു എന്നിരിക്കട്ടെ, വന്നില്ല എന്നിരിക്കട്ടെ, ആ സിനിമേനെ നമ്മൾ എവിടെയാണ് പുച്ഛിച്ചത്? നല്ല സിനിമ, ആൾക്കാരുടെ എഫേർട്ട്, ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സാധനം, നല്ല രീതിക്ക് പോട്ട്, അതിന് സിനിമ എവിടെയാണ് നമ്മൾ പുച്ഛിച്ചത്? ആ ബിച്ചുവിന്റെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ആ സിനിമയുടെ പോസ്റ്റർ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഞാൻ വെച്ചപ്പോൾ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കണ്ട് ഇതാണ് സിനിമ, നമ്മളും അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ആരുടെ വീഡിയോ നിങ്ങൾ കണ്ടേ? അത് ആരെങ്കിലും പറഞ്ഞു തന്ന് കേട്ട്? ഇപ്പൊ രേണു നേരത്തെ ഉണ്ടായിരുന്നു, രേണുവിന് ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കും, അല്ലാതെ രേണു ഒന്നും കാണത്തില്ല. അതേപോലെ വല്ലതാണോ? ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഇരുത്തിക്കാണ്. നിങ്ങൾ അത്യാവശ്യം ട്രോളിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ അത്യാവശ്യം ട്രോളിട്ടുണ്ടോ സാധനത്തിനകത്ത്? തിരിച്ച് നിങ്ങൾ ട്രോളിക്കോ, തിരിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഏത് കഥയൊക്കെ ഇത് പറയുന്നേ? ഇതൊന്നും നമ്മളിതൊന്നും അറിയുന്നത് എന്തിത്? പാട്ടുള്ള ഒരു 6ഓളം പാട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, പിന്നെ ഈ പടത്തില് അറിയാവുന്ന ഒരുത്തം പോലും അഭിനയിച്ചിട്ടില്ല. ഈ പടത്തില് വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ള അവര് പാടിയിട്ടുണ്ട്, ഫേമസ് ആയിട്ട് ഇവര് പാടിയിട്ടുണ്ട്.
നമ്മൾ അഭിനേതാക്കളെ അല്ലേ പറഞ്ഞത്? അഭിനേതാക്കളെ നമ്മൾ പുച്ഛിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫേമസ് അല്ലെന്ന് പറഞ്ഞാൽ എന്താ, കണ്ടാൽ അറിയാവുന്ന ആരും ഇതിലില്ല എന്ന് പറയുമ്പോൾ കണ്ടാൽ അറിയാവുന്ന ഒരു പിന്നണി പ്രവർത്തനത്തിൽ പാടിയിട്ടുണ്ട്. അതെന്താ ചക്കാന്ന് ചോദിച്ചാൽ ചുക്കെന്നാണ് ഉത്തരം പറയുന്നേ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? അതേടാ ഞങ്ങൾ പുതുമുഖങ്ങളാടാ, നമ്മുടെ പണം കീച്ചനവിടെ അതെന്ന് പറഞ്ഞാൽ പോരെ. അതിന് പകരം ഞങ്ങൾ ഫേസ് വാല്യൂ ഇല്ല, പക്ഷെ അറിയാവുന്ന ആൾക്കാർ വേറെ പുറകെ നിൽപ്പുണ്ടോ, പിന്നണി പ്രവർത്തനം പുറകെ നിന്ന് പാട്ട് പാടിയിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു സിനിമേനെ ഞാൻ പുച്ഛിച്ചിട്ടില്ല. ഒരു സിനിമേനെ റിലീസായതിനു ശേഷം കൊള്ളാവോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ എന്തിനാണ് ഇറങ്ങുന്നതിന് മുമ്പേ ഏത് സിനിമ എന്ന് പോലും എനിക്കറിയുന്നൂടാ. നിങ്ങൾ ഞാൻ തന്നെ ഇപ്പം എത്ര തവണ കരിമ്പടം 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 എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തു. നന്ദി വേണമെങ്കിലും നന്ദിയില്ലെങ്കിലും ചവിട്ടരുത്. ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു അവസരം കിട്ടിയാൽ മാത്രമേ രണ്ടാമതൊരു അവസരം വേറൊരാൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പുതുമുഖം തന്നെയാണ്. പക്ഷേ ഇത് പുതുമുഖമൊന്നുമല്ല. ഇവർ ഏതാണ്ട് തെലുങ്ക് പടമോ ഡബിങ് പടമോ അതൊക്കെ അഭിനയിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പടത്തിനകത്ത് ദേവാണ് ഡബ് ചെയ്തിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് നല്ല സ്കില്ലുണ്ട് ഇവർക്ക്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ, അവർക്ക് അഭിനയത്തിൽ നല്ല സ്കില്ലുണ്ട്, പക്ഷേ ഇവർ വേറെ സ്കില്ല് അങ്ങോട്ട് രാഗി മൂർച്ചപ്പെടുത്താത്ത കുറേ സാധനങ്ങളാണ് വീണ്ടും വീണ്ടും ഇട്ട് രാഗിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ പറയുന്നത്, ഷോർട്ട് ഫിലിം സിനിമയായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ല. എനിക്ക് ഷോർട്ട് ഫിലിം ഒന്നും എടുക്കാൻ അറിയാൻ പാടില്ല. എന്നോട് വന്ന് ഷോർട്ട് ഫിലിം എടുത്ത് കാണിക്കുന്നത് ഞാൻ എനിക്കറിയാവുന്ന സാധനങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് അത് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മളൊരു മറ്റേ മീനെ പിടിച്ചിട്ടിട്ട് തെങ്ങ് കയറി കാണിക്കടാ എന്ന് പറയുന്ന പോലത്തെ സെറ്റപ്പാണല്ലോ അത്. നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾ ചെയ്യും, എൻ്റെ ഫീൽഡ് ഞാൻ ചെയ്യും. ഞാൻ എന്തിനാണ് ഷോർട്ട് ഫിലിമിനെയും സിനിമേനെയൊക്കെ പുച്ഛിക്കുന്നത്? ഷോർട്ട് ഫിലിമിനെ പുച്ഛിച്ചിട്ടുണ്ടോ? കഴിവുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും ഇപ്പൊ നോക്കി മമ്മൂട്ടിയെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക, മോഹൻലാലിനെ കൊണ്ട് അഭിനയിക്കുക, പ്രഭാസിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക, മഞ്ജു വാര്യർ, ഉർവശി ഇവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നും കാണാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. നല്ല കഥാതന്തുവാണ്. അത്രമാത്രം പ്രയത്നിച്ച നല്ല ആർട്ടിസ്റ്റുകളുടെ കഴിവോടുകൂടി നല്ല അടിപൊളിയായിട്ടാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. സൂപ്പർ സ്റ്റോറിയാണ്, അതായത് നല്ല ഫാന്റസി ക്രൈം സ്റ്റോറിയാണ്. ഇത്രയും പുച്ഛിക്കുന്ന നീയൊക്കെ ഒരു കാര്യം ചെയ്യും, ആ സിനിമ ഇറങ്ങുമ്പോൾ നീയൊക്കെ അതൊന്ന് പോയി കണ്ടിട്ട് നീ മുമ്പേ അല്ലേ കാണാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞേ. ഞാനൊന്നും നിന്നൊന്നും കാണാൻ നിർബന്ധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നിർബന്ധിച്ച് നീയൊക്കെ സിനിമ പോയി കാണണോ വേണ്ടയോ, നിർബന്ധിച്ചോ ഇല്ലയോ? ഷുവർ ഷോട്ട് ഞാൻ ഈ പടം കണ്ടിരിക്കും, ജഡം ബലം നോക്കാതെ കണ്ടിരിക്കും. നല്ലതാണ് നല്ലത് തന്നെ ഞാൻ പറയും. ഞാൻ ഇന്നേ വരെ നിങ്ങളുടെ അഭിനയത്തെ ഞാൻ ഒരിടത്തും പുച്ഛിച്ചിട്ടില്ല. അത് നിങ്ങളുടെ തൊഴിലാണ്. നിങ്ങൾ ആ തൊഴിൽ വൃത്തിക്കും വലിക്കും ചെയ്ത് എനിക്കെന്താ പ്രശ്നം? എനിക്കെൻ്റെ ഒപ്പീനിയൻ പറഞ്ഞൂടെ? നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാൽ ഇവരുടെ അഭിനയത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തെടുത്തൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് അഭിനയിക്കുന്നുണ്ട്, നല്ല ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, നീ പുച്ഛിച്ചെന്ന് പറയടാ. നീ പുച്ഛിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുച്ഛിക്കാത്തൊരു സാധനം പുച്ഛമാകൂല. ഇത് വല്ലാത്ത ജാതി പുച്ഛം തന്നെ ഇത്. അതിനൊരു അന്തസ്സുണ്ട്. അതിന് വേറെ പുച്ഛമായിട്ട് അതിനകത്ത് പരിചയമുള്ള ആരുമില്ല. അതെങ്ങനെ ഒരാളെ കണ്ടല്ലേ പരിചയപ്പെടുന്നത്? ഇപ്പൊ നീയൊക്കെ യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേക്ക് നീ തുടങ്ങിയ ഉടനെ നിനക്ക് ഇത്രയും സബ്സ്ക്രൈബർ വന്ന് നിന്റെയൊക്കെ മണ്ടേ കൂടെ വന്ന് വീണയാണ്. തുടക്കത്തിൽ നീയൊക്കെ ഓരോന്ന് ഇടുമ്പോഴും 1 വ്യൂ 2 വ്യൂ 3 വ്യൂ കയറിയല്ലേ വന്നത് ഇത്രേ. എന്നെ ആർക്കറിയാം? ബിച്ചുവിനായിരിക്കും. ബിച്ചുവിനെ പറയുന്നേ ഉത്തരം പറഞ്ഞു കേട്ടോ. എന്നെയല്ലേ, നമ്മൾ ഈ യൂണിവേഴ്സിനകത്തൊന്നും ഇല്ല. നിന്റെയൊക്കെ 10 പേര് അറിയാൻ തുടങ്ങിയത് അങ്ങനെ തന്നെയല്ലേ? അപ്പൊ പുച്ഛവും പരിഹാസവും ഒരുത്തനും എവിടെയും ചെന്നെത്തത്തില്ല. ഏത് ഫീൽഡിൽ നിന്നാലും അതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു താഴ്മയുണ്ട്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ 2 കയറും, 2ാമത്തെ സ്റ്റെപ്പ് വെച്ചാലേ 3ാമത് കയറാൻ പറ്റൂ. അപ്പൊ ഒറ്റയടിക്ക് നീയൊക്കെ ആകാശത്തോളം പറഞ്ഞു. നീയൊക്കെ ഭയങ്കര ഫെമിലിയറായ ആൾക്കാരാണ്, സമ്മതിച്ച്. അതിൽ അഭിനയിച്ച എല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ്. എന്തേ പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ ഓടത്തില്ലേ? ഓടുമല്ലോ, ഓടിക്കോട്ടെ. ഫോർ ദ പീപ്പിൾ ഇറങ്ങിയപ്പോൾ അവരെല്ലാം പുതുമുഖങ്ങളായിരുന്നില്ലേ? പടം മിസ്സൈല് പോലല്ലേ ഓടിയേ? ലജ്ജാപതിയെ നിരകല്ലൊക്കെ കണ്ണിൽ സാധനമൊക്കെ സൂപ്പർ സാധനങ്ങളല്ലായിരുന്നോ? പുതുമുഖമാണോ പഴയ മുഖമാണോ എന്നുള്ളതല്ല, നിങ്ങളുടെ വർക്കിനകത്തെ ക്വാളിറ്റിയാണ് അതിനകത്ത് പ്രധാനം. നിങ്ങളൊരു നല്ല സിനിമ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് പുതുമുഖമല്ല പഴയ മുഖമല്ല, മുഖമില്ലെങ്കിൽ പോലും ആ സാധനം ഓടും. നിങ്ങളൊരു കിണ്ണം കാച്ചിയ സിനിമ എടുത്ത് നിങ്ങളൊരു പൊട്ടിപ്പൊളിഞ്ഞ സിനിമ എടുത്തിട്ട് അതിനകത്ത് മമ്മൂട്ടിയെ മോഹൻലാലിട്ടാലും പടം പൊട്ടും. അത്രയുള്ള സാധനം. അതിനകത്ത് കഴിവാണ് മാറ്റർ, ടാലൻ്റാണ് മാറ്റർ. ഇത് എവിടെ ഈ പുതുമുഖം എന്ന് പറയുന്നത് ഇത്ര വലിയ ചീത്ത വാക്കായിരുന്നോ? അമ്മച്ചാണ് എനിക്കറിയാൻ പാടില്ലായിരുന്നേ. മനസ്സാ വായിച്ച കർണാടക ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പുതുമുഖം എന്ന് പറയുന്നത് ഇത്രയും വലിയ പുച്ഛവും മോശം വാക്കൊക്കെയാണെന്നുള്ളത്. എന്നോടാരും പറഞ്ഞിട്ടില്ല ഈ പുതുമുഖം എന്ന വാക്ക് ഞാൻ ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു. അത് കാണാൻ ആൾക്കാർ വരത്തില്ലേ? എന്താ അവിടെ അങ്ങനെയുള്ളവർക്ക് സിനിമ പാടില്ലേ? അവരെ പിന്നെ ഐറ്റം പ്രസ്റ്റിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണോ? അത് നിന്റെ ഒന്നും പോക്കറ്റിൽ നിന്നല്ല എടുത്തിട്ട് ചെയ്തത്. നല്ല അന്തസ്സായ രീതിയിൽ കോടികളുടെ അടുത്ത് പൈസ മുടക്കി തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്.
അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീയൊക്കെ പോയി തിയേറ്ററിൽ പോയി സിനിമ ഒന്ന് കാണും, കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ അത് കേൾക്കാൻ ഒരു അന്തസ്സുണ്ട്. ഓ പുതുമുഖങ്ങൾ എല്ലാവരും അഭിനയിച്ചിരിക്കും. അല്ല, ഈ സിനിമ കണ്ടിട്ട് വന്നിട്ടേ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെക്ക്. ഇൻ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെക്ക്, എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ, നല്ല സൂപ്പർ പടം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെയ്. ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല, വർക്കായില്ല, എൻ്റെ ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മറുപടി? സൂപ്പർ പടം, അയ്യോ അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്, സൂപ്പർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ളവൻ ഇവനെ ഞാൻ അംഗീകരിച്ചു, ഇവൻ സത്യം പറഞ്ഞ്. പക്ഷെ പടം കണ്ടിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ എന്നോടുള്ള റിവെഞ്ച് വീട്ടുന്ന എന്ത് എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല, യാതൊരു വൈരാഗ്യവും ഇല്ല. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടെങ്കിലും ഉണ്ടോ? ഒരു തവണയെങ്കിലും സംസാരിച്ചോ? പിന്നെ എനിക്കെതിരെ നിങ്ങളോട് വിരോധം? നിങ്ങൾക്കാണ് ശരിക്കും അപ്പോൾ എന്നോടൊക്കെ വിരോധമുള്ള, എന്നോട് ഇച്ചുവിനോട് എന്തിനാ വിരോധം? എനിക്കറിയാൻ പാടില്ല. ശരി, ഞാൻ സിനിമ കാണാം, സിനിമ കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇടും, പക്ഷെ കാണണം. നിനക്ക് എന്തൊരു അഭിനയയുടെ അന്ന് പറ, അല്ലെങ്കിൽ കണ്ടിട്ട് പറ സൂപ്പർ പുതുമുഖങ്ങളാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത്, പക്ഷേ നല്ല ആർട്ടിസ്റ്റുകളാണ്, അവരുടെ അഭിനയം സൂപ്പർ. കണ്ടിട്ട് ജെനുവിനായിട്ട് നീ ഒരു അഭിപ്രായം പറ, നിന്നെയൊക്കെ ഞാൻ അപ്പം അംഗീകരിച്ചു തരാം. ഓക്കെ, ചലഞ്ച് അക്സെപ്റ്റഡ്. ഞാൻ ഈ സാധനം കണ്ടിട്ട് എന്തായാലും പറയുന്നതായിരിക്കും. ഇവിടെ പാരിപ്പള്ളിയിലോ ചിന്നക്കടയിലോ അങ്ങനെ പടം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ കണ്ടിരിക്കും. ഞാൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഒന്നും വണ്ടി വിളിച്ച് പോയി കാണാമെന്ന് എനിക്ക് പറ്റത്തില്ല. കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഷുവർ ഷോട്ട് ഞാൻ ഈ പടം കണ്ടിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കും, റിവ്യൂ അറിയിക്കും. എങ്ങും പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഞാൻ മെസ്സേജ് ഇടും. അത് കളഞ്ഞാലേ മക്കളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നീയൊക്കെ പറയുന്ന കണക്ക് അത്യാവശ്യം നല്ല പിന്നെ ദേവു ഇതിന് ഇടയ്ക്ക് ചെല്ലുന്ന കളിയാക്കി പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു. നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ച് അത് റിലീസുമായി എല്ലാവരും കണ്ടത് തന്നെ ഞാൻ അഭിനയിച്ച സിനിമ. 1-2 എൻ്റെ അഭിനയിച്ച 5 സിനിമകൾ റിലീസായിട്ടുണ്ട്. നമ്മളിങ്ങനെ കൊട്ടിഘോഷി നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോകുമ്പോഴത്തേക്ക് ഇത് താത്തിറക്കി ഇവിടെ വെട്ടെടുത്ത് ഇവിടെ കാണിച്ച് നടന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ക്യാമറ വെപ്പിച്ച് ഫെയിം ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം അത് തെറ്റല്ലേ? ഇവിടെയൊക്കെ ഇറക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ ക്യാമറകളിൽ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ പബ്ലിഷ് അത് തെറ്റാ. ആ തെറ്റ് ഇതിനു മുമ്പേ കണ്ടപ്പോൾ എപ്പോഴെങ്കിലും ചാനൽ വിമർശിച്ചിട്ടുണ്ടോ? ഈ സജീന വ്ളോഗ്സ് എന്ന് ചാനൽ വിമർശിച്ചിട്ടുണ്ടോ? ഈ വെറുതെ പോയ ദേവിനെ എന്തിനാ പിടിച്ച് വലിച്ചിനകത്തോട്ട്? അങ്ങേര് നല്ല മുട്ടം പനിയായിട്ട് കിടക്കുക, അങ്ങേരെ പടകാണ് ഇരുന്നോട്ടെ, അങ്ങേരെ പിടിച്ചിനകത്തോട്ടുണ്ട്, അങ്ങേരെ ആശുപത്രി വാസമൊക്കെ ആയിട്ട് ബാക്കിയാണ് ആണോ ഞാൻ ചോദിക്കുന്നത്. നീയൊക്കെ മനുഷ്യനാണോന്ന് ഞാൻ ചോദിക്കുന്നത്. കുറെ ആൾക്കാരുടെ എത്ര നാളത്തെ പരിശ്രമമാണെന്നറിയാമോ ഒരു സിനിമ എന്ന് പറയുന്നത്? ആ പരിശ്രമത്തെ ഞാൻ കുറ്റം പറഞ്ഞോ? മിച്ചു കുറ്റം പറഞ്ഞു? എനിക്കറിയത്തില്ല. ആ സിനിമേനെ നമ്മൾ കുറ്റം പറഞ്ഞോ? ആ ഒരു ഇന്റർവ്യൂവിനെയാണ് നമ്മൾ പറഞ്ഞത്, ഇത് പറയാത്ത ഡയമെൻഷൻ. ഇത് പണ്ട് എങ്ങനെയാണെന്നറിയോ, മലയാളം ക്ലാസ്സിലൊക്കെ ടീച്ചർ ഒരു കവിത നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് ഈ കവിതയ്ക്ക് ആ കവി പോലും അറിയാത്ത അർത്ഥം നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് ഈ കവി ചിന്തിച്ചർത്ഥവുമല്ല ടീച്ചർ പറഞ്ഞർത്ഥവുമല്ലാത്ത മറ്റൊരർത്ഥം നമ്മൾ ചോദ്യപേപ്പർ ഉത്തരപേപ്പറിൽ എഴുതി വെക്കും. ആ സെറ്റപ്പാണ് ഈ സെറ്റപ്പ്. നമ്മൾ മനസ്സാവാച കർണാടക അറിയാത്ത സാധനങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനൊന്നുമല്ല. പടം നല്ലതാണെങ്കിൽ ഓടട്ടെ, പടം നല്ലതല്ലെങ്കിൽ ഓടട്ടെ. ഒരു പ്രൊഡ്യൂസറിൻ്റെ ജീവിതമാണ്, അതിനകത്ത് നിരവധി ആൾക്കാരുടെ ജീവിതമുണ്ട്. നിങ്ങളൊക്കെ അഭിനയം മികച്ചതാവട്ടെ. നമ്മളവിടെ പടത്തിനെ കുറ്റം പറഞ്ഞ് രേണുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ഭയങ്കര ഇട്ട് കൊടുത്തു. ഇവർക്ക് ആ ചോദ്യം സ്കിപ്പ് ചെയ്യാതെ ഇവർ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാതലായ ഭാഗമായിട്ട് അത് മാറി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നീ അഭിനേതാക്കളെ പുച്ഛിച്ചു, പുതുമുഖങ്ങളെ പുച്ഛിച്ചു, ഗായികരെ പുച്ഛിച്ചു, പോസ്റ്ററിനെ പുച്ഛിച്ചു. എവിടെ പുച്ഛിച്ചു എന്തോ. ശരിക്കും പുച്ഛിക്കേണ്ട കേസാണ് നിങ്ങൾ ചെയ്ത വീഡിയോ. അത് ഞാൻ പുച്ഛിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ ടാലന്റ് എനിക്ക് ഇഷ്ടമാണ്. അടിച്ച് കയറി വാ. അത് നീയൊക്കെ കണ്ടിടും. മോഹൻലാൽ പറഞ്ഞ കണക്ക് നീയൊക്കെ കണ്ടിടും. നീയൊക്കെ ചിന്തിക്കാൻ പറ്റും. കണ്ടിയായിരുന്നു, സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. നിനക്കൊക്കെ ഒരു ചെറു ഷോർട്ട് ഫിലിമേ ചെയ്യാൻ പറ്റുമോ? നിനക്കൊക്കെ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് നീ ഇരുന്ന് പറ ഞാൻ പുതുമുഖങ്ങൾ കാണാൻ പരിചയമുള്ള ആരുമില്ല. നീയൊക്കെ ജനിച്ചപ്പോൾ മുതലേ കണ്ട് മനസ്സിലാക്കിയ ആർട്ടിസ്റ്റുകളാണല്ലോ എല്ലാവരും. ജനിച്ചപ്പോൾ തന്നെ അവർ ഫെയിമായി വന്നവരല്ലേ. മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം അവർ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടും ആരുടെയൊക്കെ കാല് നോക്കിയും കാല് പിടിച്ചുള്ള ഒരു ചാൻസ് മേടിച്ച് സിനിമയിൽ വന്നേന്ന്. എന്തോ പറഞ്ഞാലും ഓടിച്ചെന്ന് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ നെഞ്ചത്തോട്ടേറും. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സജീന വ്ളോഗ്സ്, എനിക്ക് നിങ്ങളുടെ കഴിവിനകത്തൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നിങ്ങൾക്ക് എല്ലാത്തിനും സ്കില്ലുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനും കഴിവുണ്ട്, നിങ്ങൾക്ക് അഭിനയിക്കാനും കഴിവുണ്ട്, നിങ്ങൾക്കൊരു വിഷയത്തെ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, നിങ്ങളോട് ഒന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 15 മറുപടി പറയുന്നത്. അതാണ് നിങ്ങളുടെ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം. പിന്നെ ഈ പറയുന്ന പുച്ഛം, ഞാൻ ഇത്രയും നാൾ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് 1.5 വർഷമാണ്. ഈ 1.5 വർഷത്തിൽ നിങ്ങൾ ചെയ്ത അത്രയും പുച്ഛൻ ചാനലിൽ വെതറിയ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല.
അമ്മാതിരി പുച്ഛമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരാളുടെയും കഴിവിനെ അവഹേളിക്കത്തില്ല, ഒരാളെ ഞാൻ പുച്ഛിക്കത്തില്ല. ആ ചാനലിൽ, ബിച്ചുവിൻ്റെ ചാനലിൽ വന്നപ്പോഴായാലും എൻ്റെ ചാനലിൽ ഈ സെയിം വിഷയത്തെ ഞാൻ റിയാക്ട് ചെയ്തപ്പോഴായാലും നിങ്ങൾക്ക് ഇന്ന സാധനത്തിൽ നിങ്ങൾക്ക് 10,000 വ്യൂസേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ഷിഫ്റ്റ് ചെയ്യൂ, നിങ്ങൾ വളരെ ഗ്രോ ആവുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് കേൾക്കേണ്ട ഭാഗം മാത്രമേ ഉള്ളൂ, അത് മാത്രം കേൾക്കും, ബാക്കിയെല്ലാം സെൻസർ ചെയ്ത് ബീപ്പടിച്ച് വിടും. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ശരി, അതുകൊണ്ട് ഡീറ്റെയിൽഡ് മറുപടിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വായോ, നമുക്കത് കാണാം. ദയവ് ചെയ്ത് ചീത്തയും വിളിച്ചുകൊണ്ട് വരല്ലേ. എനിക്ക് ചീത്തവിളിയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. നമുക്ക് നല്ല രീതിക്കാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യും. ഇനി എനിക്കൊരു ചീത്ത വിളിക്കും തന്തയ്ക്ക് വിളിക്കൊന്നും താല്പര്യമില്ല. അത് നമുക്ക് നമ്മുടെ ഒരു നിലവാരം ഉണ്ടല്ലോ. എൻ്റെ നിലവാരമുണ്ട്, സജീന വ്ളോഗ്സിൻ്റെ നിലവാരമുണ്ട്, നമ്മൾ കാണുന്നവരുടെ നിലവാരമുണ്ട്, എല്ലാവർക്കും പറ്റുന്നില്ല. നമുക്ക് ഫൺ സാധനം പിടിച്ച് പോകാം. അങ്ങനെ ഒരു റിയാക്ഷനോട്ട് വായോ, നമുക്ക് അപ്പോൾ കാണാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായിട്ടുള്ളൂ. ബിച്ചു റിയാക്ട് ചെയ്യും കേട്ടോ. അന്നേരം വാരി അലക്കാതിരുന്നാൽ മതി. മറ്റൊരു കേട്ടോ, വരെ ബൈ.